യൂദായുടെ ലേഖനം ഒരു പഠനം. പാർട്ട് നമ്പർ 9. ദൈവകൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കിയതിൻ്റെ തിക്തഫലം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് യൂദാ പറയുന്നത് മത്സരികളായി തീർന്ന അദൃശ്യ ലോകത്തിലെ മഹത്വജീവികളുടെ ന്യായവിധിയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. വിശ്വാസത്യാഗികളായ ജനത്തിന്മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെ ഉറപ്പിക്കുവാൻ പത്രോസ് അപ്പോസ്തലൻ ശ്രമിക്കുമ്പോൾ 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ യൂദാ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്ന് മാത്രമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ദൂതന്മാർ അവരെ ആക്കി വച്ചിരുന്ന ഔദ്യോഗിക സ്ഥാനം വിട്ട് തെറ്റിപ്പോയി എന്നതിനെ കവിഞ്ഞ് എന്ത് പാപം ചെയ്തു എന്ന് 2 ലേഖനകർത്താക്കളും വിവരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ദൂതന്മാർ മഹാദിവസത്തിലെ വിധിക്കായി ഇപ്പോൾ അന്ധതമസിന്റെ ചങ്ങലയിൽ നരകത്തിൽ കഴിയുകയാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അവർ തങ്ങളുടെ നില മറന്ന മത്സരികളായി ചെയ്ത പ്രവൃത്തിയെ ആവാം പാപം എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത്. യൂദാ 3 പഴയ നിയമ ദൃഷ്ടാന്തങ്ങളാണ് ഇതിനോട് വെളിപ്പെടുത്തുന്നത്. 1 അഭക്തി, 2 ദുർനടപ്പ്, 3 അധികാര മത്സരം എന്നിങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കാണുന്ന ദൈവപുത്രന്മാരും യൂദായുടെ 6-ാം വാക്യത്തിൽ കാണുന്ന ദൂതന്മാരും ഒന്നാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവപുത്രന്മാർ അഥവാ ദൂതന്മാർ സൗന്ദര്യമുള്ള മനുഷ്യപുത്രന്മാരും തമ്മിൽ അവിഹിത വേഴ്ച നടന്ന കാര്യമാണ് ദൂതന്മാരുടെ പാപം എന്ന് അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. 2-ാമത്തെ വാദം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കാണുന്ന ദൈവപുത്രന്മാർ ശേത്തിന്റെ സന്തതിയും മനുഷ്യപുത്രന്മാർ എന്ന് പറയുന്നത് കായീന്റെ സന്തതിയിൽപ്പെട്ടവരുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർ തമ്മിൽ നടന്ന വിവാഹബന്ധത്തിന്റെ കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത് എന്ന് പഠിപ്പിക്കുന്നു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഈ ഭാഗങ്ങളിലൊക്കെ ദൂതന്മാരെ ദൈവപുത്രന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ അധികാര സ്ഥാനത്തോട് മത്സരിച്ച വിരുദ്ധന്മാരായ ദൂതന്മാരെ പരിശുദ്ധാത്മാവ് മോശയെ കൊണ്ട് ദൈവപുത്രന്മാർ എന്ന് അഭിസംബോധന ചെയ്യുമോ എന്ന് ന്യായമായി ചോദിക്കുന്നതിൽ തെറ്റുണ്ടാകുകയില്ല. ദൂതന്മാർ ആത്മജീവികളാണ് എന്ന കാര്യം നമുക്കറിയാം. അവർക്ക് ശരീരമില്ല. പഴയ നിയമത്തിൽ അവർ മനുഷ്യവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതായി ധാരാളം രേഖകളുണ്ട്. എന്നാൽ അവർ ജഡാവതാരം ധരിച്ചതായി തിരുവെഴുത്തിൽ എവിടെയും രേഖയില്ല. ഒരാത്മജീവിക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധം പുലർത്താൻ കഴിയുന്നത് എന്ന ന്യായമായ ഒരു ചോദ്യമാണ്. താൽക്കാലികമായി ഒരു ശരീരം അവയ്ക്ക് ലഭിച്ചു എന്ന് നാം സമ്മതിച്ചു കൊടുത്താൽ പോലും ദൂതന്മാർ സ്ത്രീ പുരുഷ ഭേദമില്ലാത്തവരാണ് എന്ന്, അഥവാ ലൈംഗിക നിലവാരത്തിന് അതീതരാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നാം ഓർക്കണം. ദൈവം അവരെ ഏൽപ്പിച്ച സ്ഥാനം വിട്ട് അവരർഹിക്കാത്ത സ്ഥാനം ആഗ്രഹിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത ദൂതന്മാരെയാണ് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കേണ്ടത്. അവർ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിന്റെ ആജ്ഞാവൃത്തികളുമായിരുന്നു എന്ന് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് വിധേയപ്പെട്ട് കഴിയേണ്ട ദൂതന്മാരിൽ ഒരു വിഭാഗം തങ്ങളുടെ തലവനായ ലൂസിഫറിന്റെ നേതൃത്വത്തിൽ നിഗളം എന്ന പാപത്തിന് വിധേയരായി ദൈവത്തോട് വിഘടിച്ച് സ്വയം ഭരണം നേടുവാൻ മനുഷ്യ സൃഷ്ടിപ്പിന് മുന്നമേ ഒരു വിഫല ശ്രമം നടത്തി എന്നുള്ളതാണ്.
ലൂസിഫറിന്റെ നേതൃത്വത്തിലുള്ള ഈ അധികാര മത്സരം അവനെയും അനുഗാമികളെയും ശിക്ഷായോഗ്യരാക്കി തീർത്തു എന്നുള്ളതാണ് യൂദാ ഇവിടെ അർത്ഥമാക്കുന്നതായ കാര്യം. ഗോഡ് ബ്ലസ് യു.